നമസ്കാരം. വിവാദങ്ങൾക്കിടെ ICC T20 ലോകകപ്പിന് ശനിയാഴ്ച ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി തുടക്കമാവുകയാണ്. ആദ്യ ദിനം തന്നെ ശരിക്കും പറഞ്ഞാൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. രാവിലെ 11 തുടങ്ങുന്ന ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനും നെതർലാൻഡ്സും ഏറ്റുമുട്ടും. കൊളംബോയിലാണ് ഈ മത്സരം നടക്കുക. വൈകിട്ട് 3-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിൻ എതിരാളികൾ സ്കോട്ട്ലൻഡാണ്. രാത്രി 7 മണിക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇറങ്ങുന്നത്. മുംബൈയിലെ വാങ്ഖഡെ സ്റ്റേഡിയത്തിൽ അമേരിക്കയാണ് സൂര്യകുമാർ യാദവിൻ്റെയും സംഘത്തിൻ്റെയും എതിരാളികളായി എത്തുന്നത്. വലിയ മാർജിനിലുള്ള ജയവും ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കാനായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശ്രമം. അമേരിക്കയുമായുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് 11 നിർദ്ദേശിച്ച് ഒരുപാട് പേർ എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റാർ ലെഗ് സ്പിന്നറായിട്ടുള്ള യുസ്വേന്ദ്ര ചഹലിൻ്റെ ടീം 11 തന്നെയാണ് ഏറ്റവും കൂടുതൽ തന്നെ എല്ലാവരും നോക്കുന്ന സംഭവം. ചില സർപ്രൈസ് ഒഴിവാക്കലുകൾ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടതും. 2024 അവസാന എഡിഷനിൽ ചാമ്പ്യന്മാരായ ടീമിൻ്റെ ഭാഗമായിരുന്നു ചഹൽ. പക്ഷേ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചതുമില്ല. ആ 2 പേർ വേണ്ട. അമേരിക്കയ്ക്കെതിരെ യുസ്വേന്ദ്ര ചഹലിൻ്റെ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം കിട്ടാതെ പോയ 2 സൂപ്പർ താരങ്ങൾ മിന്നുന്ന ഫോമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനും സ്പിൻ ബൗളിങ്ങിലെ കുന്തമുനയായ കുൽദീപ് യാദവുമാണ്. 2 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂസിലൻഡുമായുള്ള കഴിഞ്ഞ പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് ഇഷാൻ മടങ്ങിയത്. പ്ലേയിങ് 11-ൽ അദ്ദേഹത്തിന് ഇടമുണ്ടാവില്ല എന്നതും ആദ്യം കരുതപ്പെട്ടിരുന്നു. പക്ഷേ 3-ാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യമായ തിലക് വർമ്മയ്ക്ക് പരിക്ക് കാരണം പരമ്പര നഷ്ടമായതോടെ ഇഷാന് ഈ റോളിലേക്ക് നറുക്കും വീണു. ഈ സുവർണാവസരം അദ്ദേഹം ശരിക്കും മുതലെടുക്കുക തന്നെ ചെയ്തു. പരിക്കിനെ തുടർന്ന് 4-ാം T20 നഷ്ടമായെങ്കിലും ശേഷിച്ച 4 മത്സരങ്ങളിലും വൺ ഡൗണായി ഇറങ്ങി ബാറ്റിങ്ങിൽ വലിയ ഇമ്പാക്റ്റാണ് ഇഷാൻ ഉണ്ടാക്കിയത്. ഓരോ സെഞ്ചുറിയും 50 അടക്കം 200-ന് മുകളിൽ റൺസും അദ്ദേഹം അടിച്ചെടുത്തു. പരമ്പരയിൽ കൂടുതൽ റണ്ണെടുത്ത 2ാമത്തെ താരവും ഇഷാൻ തന്നെയാണ്. അതേസമയം ലോക 1-ാം നമ്പർ T20 ബൗളർ റോളിലേക്ക് വരുൺ ചക്രവർത്തി അതിവേഗം വളർന്നതോടെ ടീമിലെ സ്ഥിര സാന്നിധ്യമായി തന്നെ മാറിയ താരമായി കുൽദീപും എത്തി. ബൗളിങ്ങിൽ പലപ്പോഴും വരുണിനോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിയാറില്ല. ഈ കാരണത്താൽ തന്നെയാകും തൻ്റെ 11-ൽ നിന്നും അടുത്ത കൂട്ടുകാരനായ കുൽദീപിനെ ചഹൽ മാറ്റി നിർത്തിയത് എന്നുകൂടി പറയാം. യുസ്വേന്ദ്ര ചഹൽ തിരഞ്ഞെടുത്ത ഇന്ത്യൻ പ്ലേയിങ് 11-ന്റെ ഓപ്പണിംഗ് ജോഡികളായി മലയാളി താരം സഞ്ജു സാംസണും ലോക 1-ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയും തന്നെയാണ് എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ന്യൂസിലൻഡിനെതിരെ സമാപിച്ച T20 പരമ്പരയിൽ വൺ ഫ്ലോപ്പായിട്ടും സഞ്ജുവിനെ ചഹൽ നിലനിർത്തിയതെന്തെന്നുള്ള കൗതുകകരമായ കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ചഹലിന് ഇതിന് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. അദ്ദേഹം അത് വെളിപ്പെടുത്തുകയും അതിനനുസരിച്ച് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയണം.